അതിലൊക്കെ നമ്മൾ കളിക്കാൻ ശരിക്കും നമുക്കൊരു അവാർഡ് തരണം. ഞാൻ അറേഞ്ച് ചെയ്യാം ഷെയർ കൂടെ ഉണ്ട്. നമ്മൾ അവിടുത്തെ പിച്ച് പോയടാ. ഇപ്പുറത്ത് സത്തുവേലൊരു പിച്ചുണ്ട്. ഇന്നലെ നമ്മൾ പിച്ചിന് ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ലാസ്റ്റ് ടൈം നമുക്ക് ഈ ഒരു പിച്ച് കണ്ടെത്താൻ സാധിച്ചു. എന്തായാലും നല്ലൊരു പിച്ചായിരുന്നു ഇന്ന് കളിച്ചത്. അവിടെ പിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ വിട്ടുതരാം കേട്ടോ. ഹാപ്പി അത് നമ്മൾ ജയിക്കുന്നതിന്, കളി ജയിക്കുന്നതിനാണ് അന്ന് ഹാപ്പി. മറ്റേ നമ്മൾ നടത്തുന്ന ടൂർണമെൻറ്റ് വിജയിക്കുന്നതിനാണ് ഹാപ്പി. കാരണം എന്ന് പറഞ്ഞാൽ കളി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും, അബുദാബി പോയാലും കളി, ദുബായ് പോയാലും കളി, എവിടെ ഷാർജയിൽ പോയാലും കളി, അത് നമുക്ക് എന്ത് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി മൈ ഫേവറേറ്റ് പ്ലെയർ ബിക്കോസ് ഈസ് അഗ്രഷൻ. ഓരോ മാച്ചിനും അയാൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഹാർഡ് വർക്കാണ്. കളീൻ്റെ അകത്തായാലും ഇപ്പോൾ പിന്നെ ക്യാച്ച് എടുക്കുന്നതിന് മറ്റൊരു ഭയങ്കര സപ്പോർട്ടീവാണ്. ഏതൊരു ടീമിനും എല്ലാം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പല പ്ലേയേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ കളിക്കാൻ പറ്റാതെ. നമ്മളെന്ത് റെക്കമെൻഡ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, കൂടെ നിർത്തൂ എല്ലാം. അതെന്ന് പറഞ്ഞാൽ കളീൻ്റെ ഒരു ഭാഗമാണ്. ലിഡ്സിൽ എൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസ ഹാഫീസാണ്. നല്ല പ്ലെയറാണ്. അതുപോലെ തന്നെ തൻസീർ ഉണ്ട്, ഒരുപാടുണ്ട്. അതിലുള്ള ഓരോ അംഗങ്ങളും എനിക്ക് ബെസ്റ്റാണ്. ഓൾ ആർ ബെസ്റ്റ് ഫോർ മീ. നമ്മൾ ഇപ്പോൾ റെഗുലർ ഇപ്പോൾ എല്ലാ സൺഡേസും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർഡ് ടെന്നീസ് ബോളാണ്. സോഫ്റ്റ് അല്ല, ഹാർഡ് ടെന്നീസ് ബോൾ. കളർ ചേഞ്ച് ഉണ്ടാവും ബോളിൽ. ഇപ്പോൾ നമ്മൾ ടെന്നീസ് ബോളാണ് സെലക്ട് ചെയ്യുന്നുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് ആകുമ്പോൾ കാണാൻ എളുപ്പം ഒന്നും കൂടി യെല്ലോ ബോളാണ്. अच्छा भाईजान, ये टेनिस बॉल है. ये बॉल थोड़ा हल्का होता है. इस पे टेनिस टेप इसलिए लगाया जाता है, एक तो ये सख्त हो जाएगी, टूटेगी नहीं. जब नॉर्मल आप टेप नहीं लगाएंगे तो ये जल्दी फट भी जाएगी और आपका खेलने में इसको मज़ा भी नहीं आएगा. हाय, मैं बैटिंग रेडी है. ये चेक करो इसको, पूरा ओके ना. ये चेक करो, ये दोनों लाइन चेक करो, इसका बिल्कुल इक्वल है. हाँ ऐसा देखो. अच्छा नया है, लेकिन इसमें मुझे थोड़ा ये लग रहा है, ये दबाने के लिए ना, ये दबाएंगे तो ये बिल्कुल लेवल में आ जाएगा खेलने में भी और सब में. ഇന്ന് എൻ്റെ ടീമിൽ അബുദാബിയിൽ നിന്ന് 5 പ്ലേയേഴ്സ് വന്നിട്ട് 1 വെഹിക്കിൾ. അന്ന് 5 പ്ലേയേഴ്സ് രാവിലെ കളിക്കുന്ന രാത്രി വന്ന് നമ്മളെ റൂമിൽ നിന്ന് കിടന്നുറങ്ങി രാവിലെ എന്ത് എണീച്ച് ദുബായി പോയി കളിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുന്നതാണ് കുറേ ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ് നമ്മളെല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യും, നിന്നിട്ട് ചെയ്യിപ്പിക്കും കാര്യങ്ങൾ. ഒരു ഫാമിലി പോലെയാണ് നമ്മൾ എല്ലാവരും. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ റിലേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്രിക്കറ്റിൽ. കളി കൊണ്ട് മാത്രമല്ല, ഒരു എല്ലാവരോടും കൂടെയുള്ള ഒരു Okay, guys, get ready. Three, two, one, yes! We're ready for the big game. Tough conditions to play. Pressure on the faces of both teams. വി ലൂസ് ടുഡേ. പക്ഷേ കളിയാണ്. മേ ജയിക്കും തോൽക്കും, അതൊക്കെ കളിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജയിക്കും തോൽക്കും. പക്ഷേ നല്ല ഗെയിമായിരുന്നു. എതിർ ടീം നന്നായി കളിച്ചു, ഒരു UCC നന്നായി കളിച്ചു. നല്ല കളി കളിക്കുക, നല്ല റിലേഷൻ ഉണ്ടാക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, ഹാപ്പിയായി ജീവിക്കുക. ഈ കളി എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു ഗെയിമല്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ലൈഫാണ്. ഫുൾ എവിടെ നോക്കിയാലും ക്രിക്കറ്റ് ആയിരിക്കണം.